ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ് അമൃതം പൊടി. അപ്പോൾ അത് കുട്ടികളങ്ങനെ കഴിക്കുകയൊന്നുമില്ല അധികം കുട്ടികളും. ആദ്യമൊക്കെ ഇവിടെ മക്കൾ കഴിക്കാനും പിന്നെ രണ്ടാക്കും മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി വെക്കാൻ വിചാരിച്ചു. അതിനായിട്ട് ഇത് ആദ്യം തന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു കേക്ക് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുട്ടികൾ അമൃതം പൊടി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് 2 മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ടയും കൂടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച മിക്സിയിലേക്കാണ് ഈ കോഴിമുട്ട 2 പൊട്ടിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുണ്ടാവുമ്പോൾ. കുട്ടികൾക്ക് ഇത് മാസത്തിൽ അംഗനവാടിയിൽ നിന്ന് കിട്ടുമല്ലോ 3 വയസ്സാവുന്നത് വരെ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവർ കഴിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇതാ കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് പാലൊരു 3-4 സ്പൂണ് പാൽ ഒഴിച്ചാൽ മതി. ബാക്കി പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കുക. ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 സ്പൂണോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു നമ്മൾ പഞ്ചസാര അളന്നില്ല, ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എല്ലാവരോടും പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറന്നു പോകാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെറിയൊരു ചാനലാണ്, അപ്പോൾ അത് വലിയൊരു നല്ല ചാനലാക്കി മാറ്റാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എടുക്കുന്നതൊക്കെ അതിനനുസരിച്ച് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ലൂക്ക കണ്ടാൽ ഒക്കെ തട്ടി മറിച്ചിടും. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ഏകദേശം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അപ്പോൾ അത്ര മതി. വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചു ചേർക്കാം. ഇനി ബാക്കിയുള്ളത് എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളിത് കഴിക്കും. ലോക്ക ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ കഴിക്കാറുണ്ട്. അല്ലാതെ ഇത് അമൃതം പൊടി അങ്കരി വെക്കുന്ന പോലെയൊക്കെ വെച്ച് കൊടുത്താൽ ആദ്യം കഴിക്കായിരുന്നു, ഇപ്പോൾ തീരെ കഴിക്കലില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് അമൃതം പൊടി. അതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. ഇതിൽ 2 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ആ 2 ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പും, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് അപ്പക്കാരവും കൂടെ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ എന്നറിയില്ല, അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് സോഫ്റ്റായി കിട്ടും അരിച്ചെടുത്താൽ. അപ്പോൾ അമൃതം പൊടി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഒരു സ്പൂൺ വെച്ച് തന്നെ ഇളക്കിയാൽ മതി. പിന്നെ നമ്മളിത് വേവിക്കാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്, അല്ലാതെ ഇതിന് മറ്റേ ഓവനൊന്നും ആവശ്യമില്ല. ഇഡ്ഡലി ചെമ്പിൽ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇപ്പം എടുത്തു വെച്ച പൗഡറില്ല, ഈ അമൃതം പൊടീൻ്റെ അതും കൂടെ ഇട്ടിട്ട് കുറച്ചായിട്ട് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് അടിച്ചെടുക്കേണ്ട, കുറച്ചായിട്ട് ഇട്ട് അടിച്ചെടുത്താൽ മതി. ഒന്നായിട്ടിട്ട് അടിക്കുമ്പോൾ ചിലപ്പം കട്ട കിട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിന് അടിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരു സ്പൂൺ വെച്ച് ഇളക്കി നോക്കിയാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. അധികം
ടൈറ്റ് ആവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് വരുന്നൊരു രീതിയിൽ വേണം നമുക്കത് അടിച്ചെടുത്തിട്ട് കിട്ടാൻ. അപ്പോൾ ഇതാ അങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയുണ്ട്. ആ 2 ഗ്ലാസ്സിലെടുത്താൽ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ എല്ലാം ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് വന്നത്, കുറച്ച് കട്ടി കൂടിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. മധുരം ഇതിന് അമൃതം പൊടിക്ക് തന്നെ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് വേറെ അധികം ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ലൂസാണോ ടൈറ്റ് ആണോ എന്നുള്ളത് ഒന്നും കൂടെ നോക്കാം. ഒരു സ്പൂൺ വെച്ച് കോരി ഇങ്ങനെ ഇളക്കുമ്പോൾ ആ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാവും. അതാണെങ്കിൽ റെഡിയാണ്. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിലാണ് ഞാൻ ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ബട്ടർ തേച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അത് ബട്ടർ തേച്ചിട്ട് അത് ചെയ്യാൻ പോവുകയാണ്. പിന്നെ മറന്നു പോവാതെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പല പല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പല വ്ളോഗൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ അമൃതം പൊടി കൊണ്ടുള്ള റെസിപ്പീസ് ഇനിയും വേറെ വേണമെങ്കിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്. അമൃതം പൊടി കൊണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് റെസിപ്പീസ് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പൊടിയൊക്കെ ഒന്ന് തട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിനകത്ത് അധികം നമ്മൾ ഓയിൽ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ ഓയിലിനകത്ത് മുക്കി പൊരിക്കുന്ന അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ചെറിയ മോനും കൊണ്ടൊന്നും ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, അതാണ് കേൾക്കുന്നത്. ലൂക്ക ഉറങ്ങുകയാണ്, ലക്കി ഉറങ്ങി നീറ്റ്. അപ്പോൾ അവൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊരു സ്പൂൺ വെച്ച് തന്നെ എടുത്ത് ഒഴിച്ചിടാക്കി മതി. വടിച്ചിട്ട് കൊടുക്കാം, അല്ലാതെ അതിൻ്റെ അകത്ത് തന്നെ പറ്റി കിടക്കും കുറേയൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് തട്ടി കൊടുക്കാം. നമുക്ക് ഈ മിക്സ് പാത്രത്തിന് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വാരി അപ്പോൾ ഈ മിക്സിയോടെ ഒന്ന് തട്ടി ലെവലാക്കി വെക്കുന്നുണ്ട്. ഇത് അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് ഡയറി മിൽക്ക് ബാക്കിയുണ്ടായിരുന്നു ലൂക്ക കഴിച്ചതിൻ്റെ. അപ്പോൾ പിന്നെ കരുതി അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 4 പീസ് ഉള്ളായിരുന്നു. അപ്പോൾ അത് 4 ഭാഗത്താക്കിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും കഴിക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇടാമെന്ന് കരുതി. അത് കൂടെ അതിനകത്ത് ഇങ്ങനെ 4 സൈഡിലേക്ക് മെല്ലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതാക്കിയെടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ചെറിയ പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കാൻ വിചാരിച്ച്.
അപ്പോൾ അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പഴമൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതാ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് നേരത്തെ ചൂടാക്കാൻ വെച്ച ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ മൂടി വെച്ച് വേവിക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഇതിവിടെ മൂടി വെച്ചിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പപ്പടക്കോലുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് കാണാം. പപ്പയും മോനും ടേസ്റ്റ് ചെയ്യുന്നത് കാണാം, അഭിപ്രായവും കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. Wow! Happy birthday to you. ലൂക്കക്ക് ദിവസം കേക്ക് മുറിക്കണം പോലെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ് പോലെ. അപ്പം പിന്നെ ഇതോളൂ നടക്കുക പരിപാടി. അപ്പം പിന്നെ ഈ പരിപാടിയെ നടക്കുള്ളൂ. കേക്ക് ചൂടായിട്ട് ലൂക്ക തിന്നില്ല. ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയാൻ പോവുകയാണ്. അപ്പൊ ഉള്ളത് പറയാനാണോ, കേക്ക് അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല രസം തന്നെ ഉണ്ട്. ഒരു വെറൈറ്റി രസമുണ്ട്. ഇത് എന്താ ഉണ്ടാക്കി, അമൃതം പൊടി ഇട്ടാണോ പച്ചയെ? യെസ് യെസ് യെസ്